വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മുൻ വില്ലേജ് ഓഫീസർ CJ മെർവിൻ രചിച്ച പുനർജനി എന്ന പുസ്തകത്തിന് പ്രകാശന കർമ്മം നിർവഹിച്ചു. തോപ്പുംപടി വില്ലേജ് ഓഫീസറായിരുന്ന CJ മെർവിൻ എഴുതിയ പുനർജനി ഒരു ആത്മസ്മരണ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നടന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതിജീവനത്തിന്റെ കഥയാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. വായനക്കാർക്ക് പ്രചോദനമാവുന്ന വിധത്തിലാണ് രചന നിർവഹിച്ചിട്ടുള്ളത്. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് പുസ്തകം പ്രസാദനം ചെയ്യുന്നത്. അനുഭവങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഹൃദയത്തിൽ തട്ടുന്ന ഒരു അനുഭവമായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോൾ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന പല തരത്തിലുള്ളൊരു സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്ക് അത് ഞങ്ങളുടെ കൂടെയിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്താൽ മതി, ഇതൊക്കെ മാറ്റാനുള്ള പുതുക്കൈകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും അല്ലെങ്കിൽ പല പ്രസ്ഥാനങ്ങളെ സമീപിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇത്തരത്തിലും ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. ഇന്ത്യൻ ചേംബർ ഹാളിൽ നടന്ന പരിപാടിയിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ KX ജോസഫ് സ്വാഗതം ആശംസിച്ചു. റവറന്റ് മോൺസിഞ്ഞോർ ഷെയ്ജു പരിയാത്തിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. അതിജീവിച്ചതിൻ്റെ സന്തോഷമൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നത് സുജ ടീച്ചറിൻ്റെ ദുഃഖമാണ്. കാരണം സ്കൂളിൽ മിക്കവാറും ടീച്ചറിനെ കാണുന്നു. അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാറാണ് പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഞാൻ പിന്നെ പുസ്തകം മുഴുവൻ വായിച്ചിട്ടാണ് താഴെ വെച്ചതെന്നുള്ളതാണ് സത്യം. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ എന്തുകൊണ്ട് ഈ പുസ്തക പ്രകാശനത്തിൽ തിരഞ്ഞെടുത്തത് എനിക്ക് മനസ്സിലാകുന്നത്. വളരെയധികം സാമ്യം ഈ പുസ്തകത്തിലെ ജീവിതവുമായിട്ട് എനിക്കുണ്ടെന്നുള്ളതാണ് സത്യം. TA ഡാൽഫിൻ പുസ്തകം ഏറ്റുവാങ്ങി. ലയാപ്പി നടുവിൽ പുസ്തക പരിചയം നടത്തി. ദീപു ടിജു നന്ദി രേഖപ്പെടുത്തി. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഷാജി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.